ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അതിന് പ്രാരംഭമായി ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിച്ച് അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശത്തിൽ നിന്ന് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ അല്പസമയത്തേക്ക് ഞങ്ങളിലേക്ക് ആയിരിക്കണം എന്ന് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും പ്രസംഗിക്കപ്പെടുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്യുച്ച കോടിയിൽ എത്തി നിൽക്കുന്ന മനുഷ്യവർഗത്തോട് ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ നെറ്റിച്ചുളുക്കി കാണിക്കുന്ന ഒട്ടനേകം പേരുണ്ട്. ഈ സുവിശേഷത്തിന് ഇന്ന് പ്രസക്തിയില്ല, ഈ സുവിശേഷമൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുൻവിധികളെല്ലാം മാറ്റിവെച്ച് അല്പസമയം ഈ സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം 1600ഓളം വർഷങ്ങൾ എടുത്തുകൊണ്ട് ലോകത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിത്തീർത്ത അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഇതുവരെയും വായിക്കാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ദയവായി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രതി വാങ്ങി വായിക്കണമെന്ന് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് ശുപാർശ ചെയ്യുകയാണ്. കാരണം വിശുദ്ധ വേദപുസ്തകം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റത്തിൻ്റെ മാറ്റൊലി മുഴങ്ങിയിട്ടുണ്ട്. 1600ഓളം വർഷങ്ങൾ കൊണ്ട് ഏകദേശം 40ഓളം എഴുത്തുകാർ ലോകത്തിലെ പ്രധാനപ്പെട്ട 3 ഭൂഖണ്ഡങ്ങളായിരിക്കുന്ന ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിത്തീർത്ത അനുഗ്രഹീതമായ ഒരു പുസ്തക സമുച്ചയമാണ് വിശുദ്ധ വേദപുസ്തകം. 66 ഗ്രന്ഥങ്ങൾ. എഴുതിയവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല, പരസ്പരം അറിഞ്ഞുകൂടാ. ഏകദേശം 1600 വർഷങ്ങൾ കൊണ്ട് എഴുതിത്തീർത്ത പുസ്തകം. എന്നാൽ ഈ പുസ്തകം എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അത് ഒരുമിച്ച് ഒറ്റയിരിപ്പിൽ നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരു മാലയുടെ മുത്തു കോർക്കുന്നത് പോലെ ഒരേ ആശയത്തെ തുടർമാനമായി പറഞ്ഞു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എത്തിപ്പെട്ടിടത്തെല്ലാം വിശുദ്ധ വേദപുസ്തകം ആയിരങ്ങളെ സ്വാധീനം ചെലുത്തുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഷകളിലും അച്ചടിച്ച് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിലെ 66 ഗ്രന്ഥങ്ങൾ, ആ 66 ഗ്രന്ഥങ്ങൾ ഏകദേശം 687 ഭാഷകളിൽ ഇന്ന് പൂർണ്ണമായി പരിഭാഷപ്പെടുത്തി കൊടുക്കുവാനിടയായിട്ട് തീർന്നു. പോരാഞ്ഞിട്ട് ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏകദേശം 1883 ഭാഷകളിൽ ഇന്ന് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് വിശുദ്ധ വേദപുസ്തകം ഇത്രയധികം പരിഭാഷപ്പെടുത്തി ആളുകളിലേക്ക് എത്തിക്കുന്നത്? ഇത്രയധികം ആൾക്കാർ എന്തുകൊണ്ടാണ് വേദപുസ്തകം വായിക്കുന്നത്? ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, മനുഷ്യൻ മതത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെ മതത്തിൻ്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഇത് ഒരു മതഗ്രന്ഥം എന്ന നിലയിൽ നിങ്ങളിതിനെ വീക്ഷിക്കരുത്. ഇതൊരു മതഗ്രന്ഥമല്ല. ക്രൈസ്തവർ മാത്രമേ വായിക്കാവൂ എന്ന് ഒരു പരാമർശം ഈ പുസ്തകത്തിൽ ഒരിടത്തുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ക്രൈസ്തവരുടെ മതഗ്രന്ഥമെന്നൊക്കെ ചിലർ പറയുമെങ്കിലും ക്രൈസ്തവർ മാത്രം വായിക്കുവാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വക്താക്കളായി കേരളത്തിലേക്ക് മിഷണറിമാർ കുറേ വർഷങ്ങൾക്ക് മുൻപ് എത്തിയത് കൊണ്ടാണ് കേരളം ഈ നിലയിലുള്ള അഭിവൃദ്ധിയിലേക്ക് എത്തുവാനിടയായിട്ട് തീർന്നത്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അയ്യോ നിങ്ങൾ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്, ബൈബിൾ എത്തിയത് കൊണ്ടാണോ കേരളം ഇത്രയധികം മെച്ചമായി തീരുവാനിടയായി തീർന്നത്? അതെ പ്രിയമുള്ളവരെ, അത് ബൈബിൾ എത്തിയത് കൊണ്ടാണ്. ഡോക്ടർ മോഹൻദാസ് വള്ളിക്കടവ് മോഹൻകാരൻ ഏകദേശം 47ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മിഷണറിമാരുടെ കേരളം എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം കേരളത്തിൽ മിഷണറിമാർ നടത്തിയ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ ആദ്യത്തെ പത്രം അച്ചടിച്ച് പുറത്തിറക്കിയത് ഹെർമൻ ഗുട്ടറ്റ് എന്ന് പറയുന്ന ഒരു വിദേശ മിഷണറിയാണ്. കേരളത്തിലെ ആത്മീകപരമായ ഭൗതികപരമായ വളർച്ച പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ നിങ്ങൾ ചരിത്രത്തിൻ്റെ താളുകളിലേക്കൊന്ന് പരതി നോക്കിയാൽ കേരളം ഇത്രയധികം വളർച്ചയിലേക്ക്
ഭാഷയിലേക്ക് എത്തുവാൻ ഇടയായി കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ വിദേശ മിഷണറിമാർ സുവിശേഷവുമായി പോരാ, ബൈബിളുമായി എത്തി എന്നുള്ളതാണ്. ബൈബിൾ എത്തിയിടത്തൊക്കെ ബൈബിൾ മാറ്റം വരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബൈബിൾ നിങ്ങളൊന്ന് വാങ്ങി വായിച്ചു നോക്കണം. 1827 കേരളത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത് മിഷണറിമാരാണ്. കോട്ടയത്തെ CMS കോളേജ് വിദേശ മിഷണറി ആയിരിക്കുന്ന ബെഞ്ചമിൻ ബെയ്ലിയാണ് ആരംഭിച്ചത്. എന്തിനേറെ പറയണം, നമ്മൾ ഇന്ന് പറയുന്ന ആംഗ്ലേയ ഭാഷയിൽ പറയുന്ന സ്കൂളുകളെല്ലാം ഇതെല്ലാം ആരംഭിച്ചത് മിഷണറിമാരാണ്. പണ്ടൊക്കെ ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജാതിയിൽ മുന്തിയവർക്ക് മാത്രം അനുവദിച്ചിരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജാതിയിൽ മുന്തിയവർ മാത്രം പഠിക്കുവാൻ വേണ്ടി ഗുരുകുല സമ്പ്രദായങ്ങൾ ക്രമീകരിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ചരിത്രത്തിൻ്റെ താളുകളിലേക്കൊന്ന് പോകുമ്പോൾ ഇവിടെ പാവപ്പെട്ടവനെ എഴുത്തും വായനയും വായിക്കുവാൻ സാധ്യതയില്ലാതെ, അവനെ പഠിപ്പിക്കാതെ, അവനെ എഴുത്തും വായനയും പറഞ്ഞു കൊടുക്കാതെ പാടത്ത് ജോലി ചെയ്യുവാനായിട്ട് പറഞ്ഞയക്കും. അങ്ങനെ പറഞ്ഞയക്കുന്ന പാവപ്പെട്ടവനെ പള്ളിയോട് ചേർന്നൊരു ചാർപ്പ് ഉണ്ടാക്കി ആ ചാർപ്പിനെ വിളിച്ചു വരുത്തി പാവപ്പെട്ട മിഷണറിമാർ ഈ പാവപ്പെട്ട ആൾക്കാരെ, ജാതിയിൽ താഴ്ന്ന എന്ന് നാട്ടുകാർ തരം താഴ്ത്തി കിടന്ന ആൾക്കാരെ, ജാതിയിൽ മുന്തിയവർക്ക് മാത്രം വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഈ പാവപ്പെട്ടവർക്ക് എഴുത്തും വായനയും ഈ പള്ളിയോട് ചേർന്നുള്ള ചാർപ്പിൽ കൊണ്ടിരുത്തി പറഞ്ഞു കൊടുത്തു. അവിടെ ഇരുത്തി ആയും ഈയും ഊയും തായുമെല്ലാം എഴുതുവാനും വായിക്കുവാനും ഒക്കെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഫലമായി എന്താണ് ഉണ്ടായത്? അതിൻ്റെ ഫലമായി ഇവിടെ പള്ളിക്കൂടങ്ങളുണ്ടായി. ഇന്ന് നാം പറയുന്ന സ്കൂൾ എന്ന ആംഗ്ലേയ ഭാഷയിൽ പറയുന്ന ഈ സ്ഥാപനം പണ്ട് നമ്മുടെ പഴമക്കാർ പറഞ്ഞത് പള്ളിക്കൂടങ്ങൾ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ബൈബിളാണ് ഒരർത്ഥത്തിൽ കേരളത്തെ ഈ നിലയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം. ബൈബിൾ എത്തിയിടത്തൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. ബൈബിൾ എന്താണ് അവതരിപ്പിച്ചത്? ബൈബിൾ എന്താണ് പറഞ്ഞത് മനുഷ്യവർഗത്തോട്? ബൈബിൾ പറഞ്ഞത് ജാതി മാറാനാണോ? ബൈബിൾ പറഞ്ഞത് മതം മാറാനാണോ? ബൈബിൾ പറഞ്ഞത് ഭാഷ മാറാനാണോ? അല്ല. 1800, 19, 20 നൂറ്റാണ്ട്, 18, 19, 20 നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടങ്ങളിലെ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചാൽ ഇവിടെ ഇന്ന് വസ്ത്രമുടുത്തേക്കുന്ന സ്ത്രീകൾക്ക് വസ്ത്രം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന വിദേശ മിഷണറിമാരാണ് അവർക്ക് വസ്ത്രമുടുക്കുവാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ഒരർത്ഥത്തിൽ ബൈബിൾ വളരെ വലിയ മാറ്റൊലി കേരളത്തിൽ ഉണ്ടാക്കുവാനിടയായി തീർന്നു. അതല്ല എൻ്റെ വിഷയം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ബൈബിൾ പറയുകയാണ്, യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ വ്യക്തിത്വത്തെ ലോകത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ ബൈബിൾ പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ക്രൈസ്തവ സഭ ഉണ്ടായ നാൾ മുതൽ, കഴിഞ്ഞ 21 നൂറ്റാണ്ട് മുതൽ ഈ ലോകത്തിൻ്റെ മധ്യേ മാനവരാശിയോട് വിളിച്ചു പറയുന്ന ഒരു അനുഗ്രഹീതമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്നത് യേശുക്രിസ്തു വഴി എന്നുള്ളതാണ്. യേശുക്രിസ്തു അനേക വഴികളിൽ ഒരു വഴിയല്ല, അനേക വഴികളിൽ മനുഷ്യന് മോക്ഷം നേടാനുണ്ട്. അതിൽ ഒരു വഴിയായിട്ടല്ല യേശുവിനെ ബൈബിൾ അവതരിപ്പിക്കുന്നത്. പിന്നെയോ യേശുക്രിസ്തു ഏക വഴി എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് പോകുവാൻ, മാനവജാതിക്ക് മോക്ഷം നേടുവാൻ, മാനവജാതിക്ക് പരലോകത്തിലേക്ക് എത്തുവാൻ ഒരൊറ്റ വഴി, അത് ദൈവം അവതരിപ്പിച്ച വലിയവനായ ദൈവം മാനവജാതിയോട് പറഞ്ഞു നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിപ്രഭാവമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവാണ് വഴി. ആ വഴിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാൻ ആകുന്നു വഴി എന്നുള്ളതാണ്. ഞാനാകുന്നു, ഞാൻ മാത്രമാണ് വഴി എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ശ്രോതാക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഐ ആം ദ വേ എന്നാണ്. എന്താണ് ഐ ആം ദ വേ എന്ന് പറഞ്ഞാൽ? ഐ ആം എ വേ എന്നല്ല പറഞ്ഞത്. 1000 വഴികളിലുള്ളതിൽ ഒരു വഴി എന്നല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്കറിയാം, ദ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒരു വാക്കിന് മുമ്പിൽ വന്നാൽ അത് ആ വാക്കിൻ്റെ നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത്, ആ വാക്കിൻ്റെ ഉറപ്പിനെയാണ് കാണിക്കുന്നത്. 1000 വഴികളിൽ ഒരു വഴിയായിരുന്നു യേശുക്രിസ്തുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ യേശുവിനെ ഇവിടെ പ്രസംഗിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുവാനുള്ള കാരണം എന്താണ്? യേശുക്രിസ്തു മാത്രം വഴി എന്നുള്ളതാണ്. യേശുക്രിസ്തു മാത്രം വഴി എന്ന് പറയുമ്പോൾ ആൾക്കാർക്കത് കേൾക്കുവാൻ അത്ര ഇമ്പകരമല്ല. ഒരുപക്ഷെ ആൾക്കാരോട് പറയുകയാണ്, 1000 വഴികളിലുള്ളതിൽ ഒരു വഴിയാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആൾക്കാർ പറയുമായിരുന്നു, കൊള്ളാം, കുഴപ്പമില്ല, യേശുവിനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ യേശുക്രിസ്തു ഏക
ഏകവഴി എന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യേശുക്രിസ്തു ഏകവഴി എന്ന് പറയുമ്പോഴാണ് പ്രസംഗകരെ അടിക്കുന്നത്. യേശുക്രിസ്തു ഏകവഴി എന്ന് പറയുമ്പോഴാണ് ക്രൈസ്തവ സഭയ്ക്ക് നേരെ കല്ലേറുണ്ടാകുന്നത്. യേശുക്രിസ്തു ഏകവഴി എന്ന് പറയുമ്പോഴാണ് ക്രൈസ്തവ മാർഗത്തെ തടയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നോ ഇന്നലെയോ ഉദിച്ചിരുന്നുവെന്ന ഒരാശയമല്ല ഈ ആശയം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആ താളുകളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്, ഞാൻ തന്നെ വഴിയാകുന്നു, ഞാൻ മാത്രം വഴിയാകുന്നു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, വേറെ ഒരു നാമവുമില്ല. 1000 നാമങ്ങളുള്ളതിൽ ഒരു നാമമായിട്ടല്ല യേശുക്രിസ്തുവിനെ വിശുദ്ധ വേദപുസ്തകം വിഭാവനം ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് യേശുക്രിസ്തു ഏക വഴി എന്നുള്ള നിലയിലാണ്. ആ ഏക വഴിയായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നാം മുൻപോട്ട് വായിച്ചു വരുമ്പോൾ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, വഴി അറിഞ്ഞുകൂടാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. വഴി അറിഞ്ഞുകൂടാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന മാർഗം അതെന്താണ്? വഴി അടിഞ്ഞുകൂടാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം. മനുഷ്യൻ മോക്ഷത്തിന് വേണ്ടി തെക്ക് നിന്ന് വടക്കോട്ടും, വടക്ക് നിന്ന് തെക്കോട്ടും, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുമൊക്കെ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്, പാലായനം ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ അല്പം മോക്ഷം നേടിയെടുക്കണം, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ അല്പം ശാന്തി നേടിയെടുക്കണം, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ അല്പം സമാധാനം നേടിയെടുക്കണം. ഈ സമാധാനം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന നേർച്ചകൾ, ചെയ്യാൻ പറ്റുന്ന കാഴ്ചകൾ, ചെയ്യാൻ പറ്റുന്ന തീർത്ഥാടനങ്ങൾ എല്ലാം ചെയ്തു നോക്കി. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ മോക്ഷം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് മനോരമ പത്രത്തിലൊരു വാർത്ത വരുവാൻ ഇടയായിട്ട് തീർന്നു. ഒരുപക്ഷെ എൻ്റെ പ്രിയ കേൾവിക്കാർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ആ വാർത്ത. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് മടങ്ങി വന്ന മടക്കയാത്രയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുവാനിടയായിട്ട് തീർന്നു. ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 8 പേരാണ്. അതിൽ 6 പേർക്കും വളരെ മാരകമായ രീതിയിൽ ആപത്ത് പറ്റി. നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ ആ രോഗികളെ പരിശോധിച്ചിട്ട്, ആ അപകടം പറ്റിയവരെ പരിശോധിച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർ മദ്യലഹരിയിലായിരുന്നു. ഇവർ മദ്യലഹരിയിലായിരുന്നത് കൊണ്ടാണ് ഇവർക്ക് ശരിയായ നിലയിൽ വാഹനം ഓടിക്കുവാൻ പറ്റാതിരുന്നത്. എന്തായി കേൾക്കുന്നത് പ്രിയമുള്ളവരെ? പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ തീർത്ഥാടനം നടത്തി മടങ്ങി വരുന്ന മടക്കയാത്രയിൽ എവിടെയോ കണ്ട ബിവറേജിൽ കയറി അവിടെ നിന്ന് മദ്യം വാങ്ങി സേവിച്ച് അവർ തീർത്ഥാടനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ലോകം മനുഷ്യന് മോക്ഷം നൽകുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്ന മോക്ഷങ്ങളും ചെയ്യാൻ പറ്റുന്ന തീർത്ഥാടനങ്ങളും ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളും ഒക്കെ ചെയ്തു നോക്കി. കാണുന്ന കാണിക്ക വഞ്ചിയിലൊക്കെ കാശ് വലിച്ചെറിഞ്ഞു നോക്കി. പക്ഷേ മനുഷ്യന് മോക്ഷം നേടുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് യേശുക്രിസ്തു എന്ന ഏക വഴിയുടെ പ്രത്യേകത. അവിടെയാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായ വ്യക്തിയുടെ പ്രത്യേകത. യേശുക്രിസ്തു പറയുക, ഞാൻ മാത്രമാണ് വഴി, എന്നിലൂടെയല്ലാതെ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുകയില്ല. നമ്മുടെ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും പുണ്യസ്ഥല സന്ദർശനങ്ങളുമെല്ലാം നമ്മെ മോക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതല്ല. അതെല്ലാം നമ്മെ ഈ ലോകത്തിൽ ഒരുപക്ഷെ അല്പകാല സമാധാനത്തിലേക്കും അല്പകാല സ്വസ്ഥതയിലേക്ക് നയിക്കുമായിരിക്കാം. പക്ഷേ ശാശ്വതമായ സ്വസ്ഥതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹീതനായ വ്യക്തിത്വമാണ്. ഇവിടെ നടക്കുന്ന നേർച്ചകളെയും കാഴ്ചകളെയും ഒക്കെ കണ്ടുകൊണ്ട് മഹാനായിരിക്കുന്ന കേരളത്തിൻ്റെ ഒരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങമ്പുഴ എന്നാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കവിത എഴുതുവാനിടയായിട്ട് തുറന്നു. ആ കവിതയിൽ അദ്ദേഹം ഇവിടെ കണ്ട നേർച്ചകളെയും കാഴ്ചകളെയും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പാടുവാനിടയായിട്ട് തീർന്നത്. എൻ്റെ വാക്കുകളല്ല, തെറ്റിദ്ധരിക്കരുത്, ഇത് ചങ്ങമ്പുഴയുടെ വാക്കുകളാണ്. ചങ്ങമ്പുഴ പറയുകയാണ്, 2 തുട്ടേകിൽ ചുണ്ടിൽ ചിരി തൂകും, തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, കൂതാശ കൂടുകിൽ കൂസാതെ പാപിയിൽ കൂറു തോന്നിയിടുന്നത് എന്ത് ദൈവം, പാൽപായസമേകുകിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുകിൽ അത് ഏത് ദൈവം, കഷ്ടം മതങ്ങളെ നിങ്ങൾ തൻ ദൈവങ്ങൾ, നട്ടല്ലൊടിഞ്ഞ നഖുംസകങ്ങൾ എന്നാണ് അദ്ദേഹം പാടിയത്. അതായത് നമ്മുടെ 2 വെള്ളിക്കാശ് കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തരുന്നുവെങ്കിൽ, നമ്മുടെ പാൽപായസം കൊണ്ട് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് തുറന്നു തരുന്നുവെങ്കിൽ, നമ്മുടെ നേർച്ചകൾ കൊണ്ട് നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ, ലോകം നൽകുന്ന ദൈവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ലോകം വിഭാവനം ചെയ്യുന്ന ദൈവങ്ങൾ അതെല്ലാം നട്ടല്ലൊടിഞ്ഞ നഖുംസകങ്ങൾ എന്നാണ്.
എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ചങ്ങമ്പുഴയുടെ കവിതയുടെ പുറത്തുനിന്ന് കയറി നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ലോകത്തിലെ ഒരു പ്രത്യയശാസ്ത്രത്തിന് നൽകാത്ത, ലോകത്തിലെ ഒരു തീർത്ഥാടനങ്ങൾക്ക് നൽകുവാൻ കഴിയാത്ത, ലോകത്തിലെ ഒരു പുണ്യസ്ഥല സന്ദർശനങ്ങൾക്ക് നൽകാൻ കഴിയാത്ത, ലോകത്തിലെ ഒരു നേർച്ചകൾക്കും കാഴ്ചകൾക്കും നൽകുവാൻ കഴിയാത്ത ഒരു അനുഗ്രഹീതമായ പാന്താവ് സ്വർഗത്തിലേക്ക് ഒരുക്കി നൽകിയിരിക്കുന്ന വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു പറയുക, ഞാൻ തന്നെ വഴി സത്യം ജീവനാകുന്നു. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല, ആ വഴി എന്ന വാക്യത്തിൽ മാത്രം ഞാൻ നിൽക്കുകയാണ്. യേശു ക്രിസ്തു മാത്രമാണ് പ്രിയമുള്ളവരെ വഴി. എന്താണ് യേശു ക്രിസ്തു മാത്രം വഴി എന്ന് പറയുന്നതിലുള്ള അർത്ഥം എന്താണ്? യേശു ക്രിസ്തു മാത്രം വഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും, ഈ യേശു ക്രിസ്തു എന്താണ് അത്രയധികം കാര്യങ്ങൾ ചെയ്തത്? യേശുവിൻ്റെ ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 33.5 വയസ്സ് വരെ മാത്രമാണ് ജീവിച്ചിരുന്നത്. പാലസ്തീൻ്റെ മണ്ണ് വിട്ട് അദ്ദേഹം പുറത്തോട്ടൊന്നും പോയിട്ടില്ല. കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, മുടന്തരെ നടക്കുമാറാക്കി, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അനുഗ്രഹീതമായ ജീവിതം നയിച്ച ഒരു അസാധാരണ മനുഷ്യൻ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ അനുഗ്രഹീതനായ വ്യക്തിത്വം 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. ഒരു തെറ്റും ചെയ്തില്ല കേട്ടോ, ഒരു തെറ്റും ചെയ്തില്ല. നമ്മളെപ്പോലെ വേണ്ടാത്തത് കണ്ടില്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തില്ല, പറയാൻ പാടില്ലാത്തത് പറഞ്ഞില്ല, അങ്ങനെ ഒരു തെറ്റും ചെയ്തില്ല. കാരണം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറയുന്ന വാചകം എങ്ങനെയാണ്? പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളിൽ നിന്ന് വേർപെട്ടവൻ എന്നാണ്. അതായത് യേശു കർത്താവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറയുകയാണ്, ഇവൻ പാപം ചെയ്തിട്ടില്ല. ഇന്ന് ഈ ലോകത്തിൽ അനേക നേതാക്കന്മാരുണ്ട്, അത് രാഷ്ട്രീയത്തിലുമുണ്ട്, മതത്തിലുമുണ്ട്. ആ നേതാക്കന്മാരുടെ ശിഷ്യന്മാർ കുറച്ചുനാൾ അവരുടെ നേതാവിൻ്റെ കൂടെ നടന്നിട്ട് പറയും, എൻ്റെ നേതാവ് കൊള്ളത്തില്ല, എൻ്റെ നേതാവ് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രശ്നക്കാരനാണ്, എൻ്റെ നേതാവ് ഇന്ന വിഷയങ്ങളിൽ പ്രശ്നക്കാരനാണ്. പ്രശ്നമില്ലാത്ത ഒരു നേതാവിനെയും ലോകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ അവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഏറ്റവും ഉത്തുംഗ പ്രതാപത്തോടുകൂടെ നിലനിൽക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ശിഷ്യന്മാർ പറയുകയാണ്, പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. പാപം ചെയ്യാത്ത പവിത്രനായ, നിർദോഷനായ, നിഷ്കളങ്കനായ, അനുഗ്രഹീതനായ വ്യക്തിത്വം. ആ വ്യക്തി പറയുകയാണ്, വഴി മാനവരാശി കഴിഞ്ഞ 21 നൂറ്റാണ്ടുകൾ പോരാ, മനുഷ്യനുണ്ടായ നാൾ മുതൽ തന്നെ ആഗ്രഹിച്ചിരുന്ന വഴി സ്വർഗത്തിലേക്ക് പോകണം, സ്വർഗത്തിലേക്ക് പോകണം. ഏകദേശം BC 6-ാം നൂറ്റാണ്ടിൽ ഒരു മഹർഷി അദ്ദേഹം എഴുതിയ ഉപനിഷത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുവാനിടയാടുത്തിരുന്നു, അസത്തോമാ സദ്ഗമയ, മൃത്യോമാം അമൃതംഗമയ, തമസോമാ ജ്യോതിർഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം, ഞങ്ങളെ അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം, മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണം. പ്രിയമുള്ളവരെ, പണ്ട് മുതലേ ഇത് മനുഷ്യൻ്റെ ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലും സത്യപാതയിലൂടെ മുൻപോട്ട് പോകണം, എങ്ങനെയെങ്കിലും മോക്ഷത്തിലൂടെ മുൻപോട്ട് പോകണം, എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് മുൻപോട്ട് പോകണം. ചില ആൾക്കാർ പറയും സ്വർഗവും നരകവും ഒന്നുമില്ല, അതെല്ലാം ഇവിടെ തന്നെയാണ്, നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എങ്കിലും അവരുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ പത്രത്തിൽ അവർ പരസ്യം കൊടുക്കുന്ന സമയത്ത്, പത്രത്തിൽ ആ പരേതൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരറിയാതെ ഇങ്ങനെ എഴുതും, പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്. എങ്ങോട്ടാണ് ഈ നിത്യശാന്തി, എങ്ങോട്ടാണ് ഈ പരേതൻ്റെ ആത്മാവ് പോയത്? പ്രിയമുള്ളവരെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ സമ്മതിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര മിടുക്കനായാലും, എത്ര മിടുക്കിയായാലും, നിങ്ങൾ എത്ര പ്രാഗൽഭ്യമുള്ളവനായാലും, പ്രാഗൽഭ്യം കുറഞ്ഞയാളാണേലും, നിങ്ങൾ എത്ര വലിയ ജോലിക്കാരനായാലും, ഒരു യാഥാർത്ഥ്യം ഇന്ന് വൈകിയ വേളയിൽ നിങ്ങൾ മനസ്സിലാക്കണം, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതത്തിലേക്ക്, സ്വർഗത്തിലേക്ക് മാനവജാതിയെ കരം പിടിച്ചു യേശു ക്രിസ്തു 33.5 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. 33.5 വയസ്സ് വരെ ജീവിച്ച് അവസാനം യേശു ക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹീതനായ വ്യക്തിത്വം അദ്ദേഹം മരിക്കുവാനിടയായിട്ട് തീർന്നു. 5 കോടതികളിൽ 6 പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിക്കുകയാണ്. 5 കോടതികളിൽ യേശുവിനെ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഓരോ കോടതിയും പറഞ്ഞു, ഇവൻ മരണകാരണമായതൊന്നും ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണേ, ഇവൻ മരണകാരണമായതൊന്നും ചെയ്തിട്ടില്ല. ഇവൻ കൊലപാതകൻ എന്ന് പറഞ്ഞിട്ടല്ല യേശുവിനെ തൂക്കിക്കൊന്നത്.
ഇവൻ ഒരു പാപം ചെയ്തയാളാണ്, ഒരു തെറ്റ് ചെയ്തയാളാണ് എന്ന് പറഞ്ഞിട്ടല്ല യേശുവിനെ തൂക്കിക്കൊന്നത്. യേശുവിനെ കുറിച്ച് പറയുക, മരണകാരണമായത് ഒന്നും ഇവൻ ചെയ്തിട്ടില്ല, മരണകാരണമായത് ഒന്നും ചെയ്തിട്ടില്ലെന്നേ. പീലാത്തോസ് അവസാനം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകിക്കൊണ്ട് ലോകത്തിലെ ജനതയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ലോക ചരിത്രത്തിൽ പാപം ചെയ്യാത്ത, തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ക്രൂശിതനായിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. റോമൻ നിയമം ഇങ്ങനെയാണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന റോമൻ അലംഘനീയമായ കൽപ്പനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹീതനായ വ്യക്തിത്വമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളിൽ നിന്ന് വേർപെട്ടവൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തെറ്റൊന്നും ചെയ്യാത്തവൻ, കാൽവറി ക്രൂശിൽ മരിക്കുവാനിടയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, കാൽവറി ക്രൂശിൽ മരിക്കുവാനിടയായിട്ട് തീർന്നു. എന്താ കാരണം? യേശുക്രിസ്തു ജനിക്കുന്നതിനും ഏകദേശം 750 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിനും ഏകദേശം 1200 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ക്രൂസിൽ കിടന്ന് കരയേണ്ട കരച്ചിൽ എന്താണെന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. യേശുവിനെക്കുറിച്ച് പറഞ്ഞതുപോലെ യേശു കർത്താവിനെ കുറിച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതുപോലെ യേശുക്രിസ്തുവിൽ നിവൃത്തിയാകുവാനിടയായിട്ട് തീർന്നു. അങ്ങനെ യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാനിടയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ പിൻപറ്റുന്ന മതം ഏതാണെങ്കിലും ആ മതത്തിൻ്റെ താളുകൾ പുറകിലേക്കൊന്ന് മറിച്ചു നോക്കണം. അങ്ങനെ പുറകിലേക്കൊന്ന് മറിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം നടത്തുവാൻ ഇവിടെ ബലിതർപ്പണങ്ങൾ നടത്തിയിരുന്നു, ഇവിടെ രക്തം ചൊരിഞ്ഞിരുന്നു, കൊല്ലും കൊഴുതിയും ഇവിടെ ഉണ്ടായിരുന്നു, ആടിനെയും മാടിനെയും കോഴിയെയും കുരുതി കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വേണ്ടിയിട്ട്. നിങ്ങളുടെ മതത്തിൻ്റെ താളുകൾ നിങ്ങൾ പുറകിലേക്കൊന്ന് പരതി നോക്കിയാൽ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാകും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാനവജാതിയുടെ പാപത്തിൽ നിന്ന് മാനവജാതി രക്ഷിക്കണമെങ്കിൽ രക്തം ചൊരിയണം. ശ്രദ്ധിക്കണേ, മാനവജാതിയുടെ പാപത്തിൽ നിന്ന് മാനവജാതി രക്ഷിക്കണമെങ്കിൽ രക്തം ചൊരിയണം. ആരുടെ രക്തം? പാപം ചെയ്യാത്ത ഒരാളുടെ രക്തം. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ലോക ചരിത്രത്തിൽ പാപം ചെയ്യാത്തവനായി ആരുണ്ട് പ്രിയ സ്നേഹിത? ആരുമില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു എന്ന്. കറുത്തവനും വെളുത്തവനും, ജാതിയിൽ മുന്തിയവനും ജാതിയിൽ താഴ്ന്നവനും എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നു. ആ പാപികളായ മനുഷ്യവർഗത്തെ നോക്കി ദൈവം പറയുകയാണ്, ഒരു കുരുടൻ മറ്റൊരു കുരുടനെ വഴി കാണിച്ചാൽ ഇരു കുരുടരും കുഴിയിലകപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ, ഒരു പാപി മറ്റൊരു പാപിയെ വഴി കാണിച്ചാൽ 2 പാപികളും കുഴിയിലകപ്പെട്ടു പോകും. അങ്ങനെയെങ്കിൽ പാപം ചെയ്ത മനുഷ്യവർഗത്തെ പാപം ചെയ്യാത്ത ഒരാൾ വന്ന് വഴി കാണിച്ചു കൊടുക്കണം. അവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തു ലോക ജനതയോട് പറയുകയാണ്, ഞാൻ ആകുന്നു വഴി, ഐ ആം ദ വേ. ഞാൻ മാത്രമാണ് വഴി, എന്നിൽ കൂടെയല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പോകില്ല. നിങ്ങൾ ഏത് മതം വിശ്വസിക്കുന്നയാളാണേലും ഇന്ന് വൈകിയ വേളയിൽ ഞാനൊരു യാഥാർത്ഥ്യം ഓർപ്പിക്കട്ടെ. പാപത്തിൻ്റെ മട്ട് വലിച്ചു കുടിച്ച്, പാപത്തെ വല്ലാതെ രസിച്ച്, പാപത്തിൻ്റെ ഇഷ്ടം ചെയ്ത് പാപത്തിൽ ജീവിക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിത, ഈ പാപത്തിൽ താങ്കൾ മുൻപോട്ട് പോയാൽ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ഗോൽഗോത്ത മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യേ യേശുക്രിസ്തു എന്ന് പറയുന്ന ഈ അനുഗ്രഹീതനായ വ്യക്തിത്വം മരിക്കുവാനിടയായിട്ട് തീർന്നു. പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തു മരിക്കുവാനിടയായിട്ട് തീർന്നു. നിങ്ങളുടെ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ ഉണ്ടല്ലോ, ആ കലണ്ടറിൽ യേശുവിൻ്റെ ജനനമുണ്ട്. ബൈബിൾ മാറ്റിവെക്കണം. നിങ്ങൾ കലണ്ടറിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിങ്ങളൊന്ന് പരതി നോക്കണം. യേശുവിൻ്റെ ജനനം നിങ്ങൾക്ക് അവിടെ കാണാം. യേശുവിൻ്റെ മരണം നിങ്ങൾക്ക് ആ കലണ്ടറിൽ കാണാം. ഈ യേശുവിൻ്റെ മരണം ദുഃഖവെള്ളിയാഴ്ചയായിട്ട് ലോകം ആചരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരൊറ്റയാളുടെ ഉയർത്തെഴുന്നേൽപ്പേ കലണ്ടറിലുള്ളൂ. 12 മാസങ്ങളടങ്ങിയ നമ്മുടെ കലണ്ടറിൽ അനേക വ്യക്തികളുടെ ജനനവും അനേക വ്യക്തികളുടെ മരണവും അവതരിപ്പിക്കുമ്പോൾ ഒരൊറ്റയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രമേ കലണ്ടർ അവതരിപ്പിക്കുന്നുള്ളൂ. ലോകത്തെ കിടുകിട വിറപ്പിച്ച പ്രഗത്ഭന്മാരായ രാജാക്കന്മാർ നടന്നു പോയിട്ടുള്ള മണ്ണാണ് നമ്മുടെ മണ്ണ്. ലോകത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഒട്ടനേകം നേതാക്കന്മാർ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുള്ള മണ്ണാണ് നമ്മുടെ മണ്ണ്. പക്ഷേ അവരുടെ എല്ലാം ജനനവും അവരുടെ എല്ലാം മരണവും ഉണ്ട് കലണ്ടറിൽ. അതിൻ്റെ അപ്പുറത്തേക്കില്ല.
അവൻ്റെ അപ്പുറത്തേക്കില്ല. നിങ്ങൾക്കറിയാമോ, പാലസ്തീൻ്റെ മണ്ണ് വിട്ടു മാറാതെ പാലസ്തീൻ്റെ മണ്ണ് ജീവിച്ച ഞാൻ തന്നെ വഴി എന്ന് അരുളി ചെയ്ത് ഈ അരുമനാഥനായ യേശു ക്രിസ്തു ഉണ്ടല്ലോ, അദ്ദേഹം മരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. അദ്ദേഹത്തെ അടക്കം ചെയ്തു. പീലാത്തോസിൻ്റെ പട്ടാളക്കാർ കാവൽ നിന്നു. റോമൻ മുദ്ര വെച്ച് കല്ലറ തറപ്പിച്ചു. എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് പാലസ്തീൻ്റെ വിരുമാറിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അല്പം കാശ് മുടക്കി അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയാൽ അവിടെ ആ കല്ലറയുടെ അടുത്തായി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ, ഗാന്ധി പാർക്കിൽ അങ്ങിങ്ങ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിലെ പ്രഗത്ഭന്മാരുടെ കല്ലറകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടഞ്ഞുകിടക്കുമ്പോൾ പാലസ്തീൻ്റെ വിരുമാറിൽ തുറന്നു കിടക്കുന്ന കല്ലറ ലോകത്തിലെ ബുദ്ധിരാക്ഷസന്മാരോട് വിളിച്ചു പറയുകയാണ്, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റിസൺ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തു മാത്രമാണ് വഴിയെന്ന് പറയാനുള്ള കാരണം എന്താ? യേശുക്രിസ്തു മാത്രമാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ അതിയായ സന്തോഷം. എൻ്റെ ബഹുമാന്യ സ്നേഹിതർ, അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ കുറിച്ച് പാടുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ ഗാന്ധി പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു നിന്ന് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ലജ്ജയും കൂടാതെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മരണം കൊണ്ട് യേശുവിൻ്റെ ചരിത്രം തീർന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നു. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന് ലോക ജനതയോട് പറയുക, ഞാൻ തന്നെ വഴി. ആ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ് യേശു കർത്താവ് പറഞ്ഞു നിർത്തുന്നത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കാം, നിങ്ങളുടെ മതത്തിലെ ഒരു നേതാവായിരിക്കാം, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രഗത്ഭനായ ഒരു നേതാവായിരിക്കാം. എന്ത് തന്നെയാണേലും വിശുദ്ധ വേദപുസ്തകത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ വിനീതമായി ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ പാപമോചനം സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ പരലോകത്തേക്ക് പോകുവാൻ സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിന് വേണ്ട എന്ന് വെച്ചാൽ എന്താ പറ്റുന്നത്? യേശു ക്രിസ്തുവിന് വേണ്ട എന്ന് വെച്ചാൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ദൈവനായ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഇങ്ങനെ എഴുതി നൽകിയിരിക്കുക, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ വേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ പാപത്തിൽ മരിക്കും. ആ പാപത്തിൽ മരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ പഴമക്കാർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, പാപി ചെല്ലുന്നിടം പാതാളം. ആ പാതാളത്തിലേക്ക്, ആ നരകത്തിലേക്ക് താങ്കൾ എത്ര മിടുക്കനായാലും കൂപ്പുകുത്തുവാനിടയായിട്ട് തീരും. അതുകൊണ്ട് വളരെ വിനീതമായി ഓർപ്പിക്കട്ടെ, ഈ ജീവിതം വളരെ അതിനെ ലാഘവത്തോടുകൂടെ നിങ്ങൾ കളയരുത്. ഈ ജീവിതത്തിൽ വളരെ ഗൗരവമായി യേശുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. യേശു കർത്താവ് നിങ്ങളുടെ പാപത്തിനോട് രക്തം ചിന്തി, അദ്ദേഹം മരിച്ചു, അടക്കപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി മരിച്ചാലും ജീവിക്കുമെന്നല്ല പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്ന ഏത് ഭാഷക്കാരനാണേലും, എന്നിൽ വിശ്വസിക്കുന്ന ഏത് ജാതിക്കാരനാണേലും, എന്നിൽ വിശ്വസിക്കുന്ന ഏത് നാട്ടുകാരനാണേലും, എന്നിൽ വിശ്വസിക്കുന്ന എത്ര മിടുക്കനായാലും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കും. ഇരിക്കുന്ന ഇരിപ്പിൽ നിൽപ്പിൽ നിന്നുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ 5 പൈസയും ആർക്കും വേണ്ട, ഒരു തീർത്ഥാടനവും വേണ്ട, പുണ്യസ്ഥല സന്ദർശനവും വേണ്ട. സ്വർഗത്തിലേക്ക് പോകുവാൻ, ഈ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രായം ദൈവത്തിനൊരു വിഷയമല്ല, പക്വത ദൈവത്തിനൊരു വിഷയമല്ല, നിങ്ങളുടെ മനസ്സ് ദൈവത്തിന് വിഷയമാണ്. നിങ്ങളുടെ ഹൃദയ കവാടം ദൈവത്തിനായിട്ട് തുറന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി അടിയേറ്റ് മരിച്ച, നിങ്ങൾക്ക് വേണ്ടി മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കിയ ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് സ്വാഗതം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട്, നിൽപ്പിൽ നിന്നുകൊണ്ട് യേശുവിനോട് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പ്രാർത്ഥനാ വാചകം പറഞ്ഞു തരിക. നിങ്ങളുടെ ഹൃദയം മാത്രം യേശുവിന് കൊടുത്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൈസ യേശുവിന് വേണ്ട, തീർത്ഥാടനവും മറ്റു കർമ്മങ്ങളും ഒന്നും വേണ്ട. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു,
ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അവിടുത്തെ പൈതലാക്കി മാറ്റണമേ. ഞാൻ ഇന്നു മുതൽ അങ്ങേക്കായി ജീവിച്ചു കൊള്ളാം. ആമേൻ. നിങ്ങൾ യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുവാനിടയായിട്ട് തീർന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുമായിരിക്കുമോ ഇതൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. പക്ഷേ ഒരിക്കൽ മരിക്കും. മരണാനന്തരം ഒരു ന്യായവിധി. മരണാനന്തരം നരകമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് പോകാതിരിക്കുവാൻ യേശുവിനെ ദൈവമായി കർത്താവായി അംഗീകരിച്ച് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ സർവേശ്വരനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരു പക്ഷേ ജീവിക്കുമായിരിക്കുമെന്നല്ല, ചിലപ്പോൾ ജീവിക്കുമായിരിക്കുമെന്നല്ല. യേശുക്രിസ്തു പറയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ ഏതാളാണേലും മരിച്ചാലും ജീവിക്കും. ഈ പ്രത്യാശ നിങ്ങൾക്കുണ്ടാകണം. ഞങ്ങൾക്ക് ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് ഇന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗം കഴിയുമ്പോൾ ഒരുപക്ഷെ പിടഞ്ഞു വീണ് മരിച്ചാലും ഞങ്ങൾ പറയും, ഞങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? മരണാനന്തരം എന്തെന്ന് ചോദിച്ചാൽ കൈമലർത്തി കഴിക്കാനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വരിക യേശുവിൻ്റെ അടുക്കലേക്ക്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ രക്ഷിതാവായി, ദൈവമായി, കർത്താവായി അംഗീകരിച്ച് നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ സർവേശ്വരനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ വചനം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തനിൽ